എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് ഗോതമ്പ് പുട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മളിത് എപ്പോഴും ഉണ്ടാക്കുന്ന പോലെ ഒരു സാധാരണ ഗോതമ്പ് പുട്ടായിട്ടല്ല ഉണ്ടാക്കുന്നത് കേട്ടോ. ഉരുളക്കിഴങ്ങും സവോളയും കൂടെ മെഴുക്ക് പുരട്ടി എടുത്തിട്ട് നമ്മൾ ഗോതമ്പ് പൊടി നനച്ചത് കുറ്റിയിലേക്കിട്ട് തേങ്ങയും കൂടെ ഇടുമ്പോഴത്തേക്ക് ലെയറായിട്ട് മെഴുക്ക് പുരട്ടിയും കൂടെ ഇട്ടിട്ട് ഉണ്ടാക്കിയെടുക്കും. അപ്പോൾ ദേ ചായയും കൂടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു വെറൈറ്റി ആയിട്ടൊരു പുട്ട്. ഇതാകുമ്പോൾ ഇവിടെ എല്ലാവരും കഴിച്ചോളും. അപ്പോൾ ഈ പുട്ടിനാകുമ്പോൾ പ്രത്യേകിച്ച് കറിയും വേണ്ട, അതാണ് ഇതിൻ്റെ പ്രത്യേകത. സാധാരണയുള്ള ഗോതമ്പ് പുട്ട് ഇപ്പോൾ പഴം കൂട്ടി കഴിക്കാനാണെങ്കിലും അല്ലെങ്കിൽ കടല കറി ഉപയോഗിച്ചിട്ട് പുട്ടും കടലയും കൂടെ കഴിക്കാനൊക്കെ വലിയ മടിയാണ്. അപ്പോൾ ഇതാകുമ്പോഴത്തേക്ക് ആർക്കും ഒരു പരാതിയില്ല, കഴിച്ചോളും. അപ്പോൾ ദേ മക്കൾ രണ്ടുപേരും പോകാൻ വേണ്ടിയിട്ട് അവർ ഒരുങ്ങി ഇറങ്ങിയിട്ടുണ്ട്. ആലപ്പുഴയിൽ അപ്പച്ചിയുടെ വീട്ടിൽ പോവുകയാണേ. ഇപ്പോൾ വീട് റോഡ് സൈഡ് ആയതുകൊണ്ട് വണ്ടിയും ഒക്കെ പോകുന്നതിൻ്റെ സൗണ്ടൊക്കെ കയറി വരുന്നുണ്ട്. അങ്ങനെ അവർ പോയിട്ട് തിരിച്ച് വന്നപ്പോഴത്തേക്ക് ചോക്കോബാർ വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഉച്ചയൂണിൻ്റെ വീഡിയോ ഒന്നും ഞാൻ എടുത്തിട്ടില്ലായിരുന്നു കേട്ടോ. ചോറും കറികളും വെച്ചതിൻ്റെ ഒന്നും എടുത്തില്ല. ഇന്ന് എനിക്ക് നല്ല സുഖം തോന്നിയില്ല, അത് കാരണം ഞാൻ പിന്നെ വീഡിയോ ഒന്നും എടുത്തില്ല. പിന്നെ മക്കൾ വന്നു കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ പുറത്തേക്ക് ഇറങ്ങിയപ്പോഴാണ് 2 പപ്പരങ്ങ ഇങ്ങനെ പഴുത്ത് കിടക്കുന്നത്. അപ്പോൾ ഓർത്തന്നെ അതൊന്ന് കുത്തി വെച്ചേക്കാം, അല്ലെങ്കിൽ കാക്കയോ കിളിയോ ഒക്കെ കൊത്തി അത് നാശമാക്കും. അങ്ങനെ ഞാനൊരു വടി എടുത്തിട്ട് ഒരു പൈപ്പ് കഷ്ണം എടുത്തിട്ട് ഞാൻ പപ്പരങ്ങ കുത്തിയിട്ടിട്ടുണ്ടായിരുന്നേ. നല്ല പഴുത്തതായിരുന്നു കേട്ടോ. ഞാൻ കണ്ടില്ലായിരുന്നെങ്കിൽ അത് പോക്കായിരുന്നു. ഇതാണ് 2 പപ്പരങ്ങ, നന്നായിട്ട് പഴുത്തിട്ടുണ്ടേ. അപ്പോൾ അതൊന്ന് ചെത്തിയെടുക്കാമെന്ന് വിചാരിക്കുകയാണ്. പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് ടെറസിൽ കഴുകിയിട്ട് തുണികൾ ഉണങ്ങിയതെടുക്കാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അവിടെ അപ്പുറത്തെ വീട്ടിലാണ് ഒരു മാവിൻ്റെ ഒരു കമ്പിങ്ങോട്ട് ചാഞ്ഞ് കിടപ്പുണ്ട്. അതിലൊരു മാങ്ങ കണ്ടിട്ട് ഒരിഷ്ടം തോന്നി. അങ്ങനെ മക്കൾക്കത് ഉപ്പും മുളകും കൂട്ടി കഴിക്കണമെന്ന് പറഞ്ഞിട്ട് എന്നോട് പറഞ്ഞു. അപ്പം ഞാൻ പിന്നെ അത് പറിച്ചു കൊടുത്തു കേട്ടോ. ഈ ചെറിയൊരു മാങ്ങയാണ്. അങ്ങനെ അതും കൂടെ എടുത്ത് കൊണ്ടുവന്ന് വെച്ചു. പിന്നെ പപ്പരങ്ങയും കൂടെ ചെത്തിയണേ. നന്നായിട്ട് പഴുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല മധുരമായിരുന്നു. ഈ 2 പപ്പരങ്ങയുടെ കൂടെ ഒരെണ്ണം കൂടെ നിറം മാറിയതുണ്ടായിരുന്നേ. ഞാനത് ഇന്ന് ഇട്ടിട്ടില്ലായിരുന്നു. നാളെ അത് ഇട്ടിട്ട് വടക്കേ വീട്ടിലെ കുട്ടികൾക്ക് കൊടുക്കണം. അപ്പോൾ അത് കാരണം അത് നാളെ എടുക്കാമെന്ന് വിചാരിച്ചേ. അപ്പോൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ കൂട്ടുകാർ സ്കിപ്പ് ചെയ്യാതെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യണേ. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് തന്ന് സപ്പോർട്ട് ചെയ്യണേ. അതുപോലെ നിങ്ങളുടെ വിലയേറിയ കമൻറ്റും കൂടെ ഇട്ടേക്കണേ. കമൻറ്റ് നമുക്ക് നല്ലൊരു പ്രചോദനമാണ്. വീഡിയോ പിന്നെയും ഇടാനൊരു പ്രചോദനം എന്ന് പറയുന്നത് നിങ്ങളുടെ എല്ലാവരുടെയും വിലയേറിയ ഓരോ കമൻസും കാണുമ്പോൾ നമുക്ക് നല്ലൊരു ഉണർവാണ്. കാര്യം ചെന്നാൽ പിന്നെയും വീഡിയോ ഇടണം, എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ടല്ലോ എന്നൊക്കെ അറിയുമ്പോൾ നമുക്കത് ഭയങ്കര സന്തോഷം തന്നെയാണ് കേട്ടോ. ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാ കൂട്ടുകാർക്കും ഒത്തിരി നന്ദിയുണ്ട്. അപ്പോൾ ഇനിയും എല്ലാവരുടെയും സപ്പോർട്ടും സഹകരണവും പ്രതീക്ഷിച്ചു കൊള്ളുന്നു. അപ്പോൾ ദേ നമ്മൾ പപ്പരങ്ങ എല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് ഓരോ പീസായിട്ട് നമുക്ക് കഴിക്കാൻ എടുക്കാം. നല്ല മധുരമായിരുന്നു കേട്ടോ. പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ വൈകുന്നേരം കടയിൽ പോകണമായിരുന്നു. അപ്പോൾ മക്കൾ പറഞ്ഞു അവർ രണ്ടുപേരും കൂടെ പോകാം എന്ന് പറഞ്ഞിട്ട് രണ്ടുപേരും കൂടെ അതേ പുറത്തേക്ക് വരികയാണേ. കടയിൽ പോയിട്ട് വരാമെന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ എനിക്ക് കാലിന് വയ്യാതിരിക്കുന്നതുകൊണ്ട് ഞാനിപ്പോൾ കടയിലൊന്നും പോകുന്നില്ല. മക്കൾ തന്നെയാണ് കടയിലൊക്കെ പോകുന്നത്, സാധനങ്ങളൊക്കെ വാങ്ങിച്ചുകൊണ്ടൊക്കെ തരുന്നത്. അങ്ങനെ അവരിന്ന് സൈക്കിൾ എടുത്തിട്ടില്ല, നടന്നു പോകാൻ തീരുമാനിച്ചിട്ട് അങ്ങനെ ഇറങ്ങിയാണേ. ഒരുപാട് ദൂരമൊന്നുമില്ല. ഞാൻ എപ്പോഴും പോകാറുള്ള, ഞാൻ വീഡിയോ എടുത്ത് കാണിച്ചിട്ടില്ലേ, കടയിലൊക്കെ പോകുന്നതിൻ്റെ വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ കുറച്ചങ്ങോട്ട് പോയാൽ മതി. അങ്ങനെ അവർ പോയിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് ഞാൻ ലിസ്റ്റൊക്കെ കൊടുത്താണ് വിട്ടത്. വേണ്ടുന്ന സാധനങ്ങളുടെ ലിസ്റ്റൊക്കെ എഴുതി കൊടുത്തിട്ടുണ്ടായിരുന്നു. അല്ലെങ്കിൽ പിന്നെ കടയിൽ ചെന്ന് കഴിയുമ്പോൾ മറന്നു പോകും, ഏതാ വേണ്ടതെന്നൊക്കെയുള്ള ഒരു തപ്പലായിരിക്കും. പിന്നെ ഞാൻ നോക്കിയപ്പോൾ അവിടെ ഒരുപാട് കരികിലൊക്കെ കിടക്കുന്നത്. അപ്പോൾ പിന്നെ അതുമൊക്കെ ഒന്ന് തൂത്തേക്കാമെന്ന് വിചാരിച്ച്. ഒന്ന് തൂത്തങ്ങോട്ട് മാറിയ പുറകെ തന്നെ പിന്നെയും കാറ്റടിച്ചിട്ട് അതെല്ലാം താഴെ വീണ് കിടപ്പുണ്ടേ. അങ്ങനെ അതെല്ലാം ഒന്ന് അടിച്ചു വാരി എടുക്കുകയാണ്. ഞാനിവിടെ അടിച്ചു വാരിക്കൊണ്ടിരുന്നപ്പോൾ നമ്മുടെ ഉഷ അങ്ങോട്ട് വന്നു കേട്ടോ. അവൾ
കുറേ സമയമായിട്ട് ഇവിടെ ഇല്ലായിരുന്നു. അത് ഇപ്പം എന്നെ കണ്ടപ്പോഴത്തേക്ക് ഓടി വന്നതാണേ. ഇനിയിപ്പോൾ ചോറ് എന്തെങ്കിലും കൊടുക്കാമെന്ന് വെച്ചെന്നാൽ അവൾക്ക് മീൻകറിയും ചോറും ഒന്നും വലിയ താല്പര്യമില്ലാത്തതുകൊണ്ട് പിന്നെ അതൊന്നും കൊടുത്തിട്ട് വലിയ കാര്യമില്ല. അവൾക്ക് ഇറച്ചി വേണം, അല്ലെങ്കിൽ ചിക്കൻ്റെ കാല്. ഇതൊക്കെയാണ് അവിടെ ആഹാരം. നമ്മളങ്ങനെ അധികമൊന്നും ചിക്കനൊന്നും അങ്ങനെ വാങ്ങിക്കാറില്ല. ഇവിടെ എല്ലാവർക്കും ബീഫാണ് കൂടുതലും ഇഷ്ടം. പിന്നെ ബീഫ് വാങ്ങുമ്പോൾ നമുക്ക് വേസ്റ്റൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ കൊടുക്കും. എപ്പോഴൊന്നും ബീഫ് വാങ്ങാറുമില്ല. വല്ലപ്പോഴും കൂടെ ഇതുപോലെ ചേട്ടായിയൊക്കെ വരുമ്പോഴോ അല്ലെങ്കിൽ കുട്ടികൾക്ക് ഇപ്പോൾ കഴിക്കാൻ ആഗ്രഹവും പറയണമെങ്കിൽ മാത്രമേ വാങ്ങാറുള്ളൂ. സ്ഥിരമായിട്ടും വല്ലപ്പോഴും ആഴ്ചയിലൊന്നും വാങ്ങിക്കാറൊന്നുമില്ല. മാസത്തിൽ 1-2 പ്രാവശ്യം അങ്ങനെ തന്നെ. ഇപ്പോൾ ഗേറ്റിൻ്റെ വെളിയിലും കരിയില കിടപ്പുണ്ടായിരുന്നേ. അപ്പോൾ അവളവിടെ കിടക്കണത് കൊണ്ട് എനിക്കവിടെ അടിച്ചു വാരാനൊന്നും പറ്റുന്നില്ല. അപ്പം ഞാൻ പറയാതെ തന്നെ ഒന്ന് അവിടുന്ന് മാറി തന്നിട്ടുണ്ടായിരുന്നേ. വോയിസ് കൊടുക്കാനിരിക്കുമ്പോഴേ ഈ റോഡ് സൈഡ് ആയതുകൊണ്ട് ഈ വണ്ടിയുടെ ഹോണടിയൊക്കെ ഇടക്ക് ഇതുപോലെ കയറി വരും. പിന്നെ നമുക്കത് എപ്പോഴും കട്ട് ചെയ്ത് മാറ്റാനും പറ്റത്തില്ല. അതുകൊണ്ട് ഞാൻ പിന്നെ അത് നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല കേട്ടോ. പിന്നെ അടിച്ചു വാരലെല്ലാം കഴിഞ്ഞിട്ട് നേരെ അടുക്കളയിൽ ചെന്ന്, അപ്പോൾ വൈകിട്ട് കഴിക്കാൻ എന്തെങ്കിലും കൊടുക്കണമല്ലോ. അപ്പം ഞാൻ പിന്നെ കടയിൽ നിന്ന് വാങ്ങിച്ചൊരു കാച്ചിലിരിപ്പുണ്ടായിരുന്നേ. എന്നാൽ പിന്നെ അത് പുഴുങ്ങിയെടുക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ ഞാനത് തൊലിയൊക്കെ ചെത്തിയൊക്കെ കളഞ്ഞ് നന്നായിട്ട് കഴുകിയൊക്കെ എടുത്തിട്ടൊന്ന് പുഴുങ്ങിയെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം അതിന് മുളകും കൂടെ മുക്കി മുളക് കൂട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റല്ലേ. അപ്പോൾ ദേ അങ്ങനെ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ കൂട്ടുകാർക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒരു ലൈക്ക് തരാനും മറക്കരുത്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റാ.